ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടാണ്, അതായത് നമ്മുടെ PSCക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന SCRTയിലെ ഓരോ ചാപ്റ്ററാണ് ഞാനിപ്പോൾ എടുത്തു തീർക്കുന്നത്. എനിക്കും യൂസ്ഫുള്ളാണ് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കും വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾക്കും പഠിക്കാം, എനിക്കും. അപ്പോൾ ചിലത് ഞാൻ പെട്ടെന്ന് വായിച്ചു പോകുന്നുണ്ട്, ചിലത് ഞാൻ അത്യാവശ്യമുള്ളത് ഞാൻ കൂടുതലായിട്ട് വായിക്കുന്നുണ്ട്. അപ്പം എന്നും കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ അധ്യായം 3 ആണ്. 7ാം ക്ലാസ്സിലെ അധ്യായം 3 ഭരണഘടന വഴിയും വഴികാട്ടിയും. നമുക്ക് എല്ലാ ബേസ് എക്സാമിനും അത്യാവശ്യം വേണ്ടതാണിത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു വലിയ ചാപ്റ്ററാണ്, ഞാനത് കുറച്ചൊരു സ്പീഡിലേക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ മഹാത്മാഗാന്ധി യങ് ഇന്ത്യ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബുക്കിൽ പറഞ്ഞ ഒരു തോട്ടാണ്. 1931 യങ് ഇന്ത്യ. അപ്പോൾ അതിൽ പറഞ്ഞൊരു തോട്ടുണ്ട്: എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർത്തൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. എൻ്റെ ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാക്കുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ചനീചത്വമില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കായാണ് എൻ്റെ പരിശ്രമം. തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ. ഓക്കെ, പുരുഷന്മാരുടെ അവകാശം അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ എന്നൊരു തോട്ടാണ് ഗാന്ധിജിയുടെയാണ്. യങ് ഇന്ത്യയിൽ നിന്ന് എടുത്തതാണ്. ഓക്കെ, അപ്പോൾ യങ് ഇന്ത്യ 1931. ഓക്കെ, ഇനി ഭരണഘടന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഓക്കെ, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയാണ് ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അപ്പം സൈനികർ, ഗോത്രവർഗ്ഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങിയ നിരവധി വിഭാഗങ്ങളാണ് സമരത്തിൽ പങ്കാളികളായിട്ടുള്ളത്. അപ്പം ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിലൂന്നിയുള്ള ദേശീയബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായി. അപ്പം ദേശീയബോധം ശക്തപ്പെട്ടതിൻ്റെ ഫലമായി രൂപം കൊണ്ട പ്രാദേശിക ചില സംഘടനകളാണ് ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ. അപ്പോൾ ദേശീയബോധം ശക്തിപ്പെട്ടതിൻ്റെ ഫലമായി രൂപം കൊണ്ട പ്രാദേശിക ചില സംഘടനകളാണ് ഇത് പറയുന്നത്: ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ. ഓക്കെ, പൂനെ സാർവജനിക് സഭ. ഇനി പ്രാദേശിക സ്വഭാവമുള്ള സംഘടനകളിൽ നിന്ന് വിഭിന്നമായി ദേശീയ തലത്തിൽ ഉയർന്നു വന്ന സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഓക്കെ, പ്രാദേശിക സ്വഭാവമുള്ള സംഘടനകളിൽ നിന്ന് വിഭിന്നമായി ദേശീയ തലത്തിൽ ഉയർന്നു വന്ന സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് എപ്പോഴാണ് രൂപീകൃതമായത്? 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുന്നത് 1885. 1885. ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത മാനം കൈവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തോടെയാണ്. ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത മാനം വന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തോടെയാണ്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താ ലക്ഷ്യം? ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായ ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക എന്നൊക്കെയാണ്. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക, ഇതൊക്കെയാണ്. ഇനി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളുണ്ട്. വിദേശ ഭരണം അവസാനിപ്പിക്കുക. ഓക്കെ, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളാണെങ്കിൽ വിദേശ ഭരണം അവസാനിപ്പിക്കുക, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരും ഉറപ്പാക്കുക എന്നൊക്കെയാണ്. ഓക്കെ, ഇനി ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത്. ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത്. ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതി അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി. ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കിയിട്ടുണ്ട്. ഒക്കെ, ഇനി ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ച ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകളാണ്: വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം, വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം, പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം,
ഓക്കെ, വ്യക്തി സ്വാതന്ത്ര്യം പ്രാധാന്യം നൽകണം, പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം, എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം, സാമൂഹ്യനീതി ഉറപ്പുവരുത്തണം, ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. മതസൗഹാർദ്ദം, സാഹോദര്യം, ജനാധിപത്യം, അപ്പം ക്ഷേമരാഷ്ട്രം, നീതി, മതനിരപേക്ഷത, തുല്യത, എല്ലാവർക്കും സ്വാതന്ത്ര്യം. ഒരു സമരത്തിന് ആളുകൾ പോകുന്നതാണ് അവരുടെ ഇത് പറയുന്നതാണ്. ഇനി അടുത്തായി നമുക്ക് നോക്കാം. അടുത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ 3 പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട്. അതൊക്കെയാണ് ഇവിടെ ഇതുപോലെ കൊടുത്തിട്ടുള്ളത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് 1. 2 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണമാണ്. 3 ഗാന്ധിജിയുടെ ആഗമനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ 3 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഇത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം, ഗാന്ധിജിയുടെ ആഗമനം. ഓക്കെ, അപ്പം നമുക്ക് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നോക്കാം. ആദ്യത്തെ ബഹുജന സമരമായിരുന്നു അത്. ആദ്യത്തെ ബഹുജന സമരമായിരുന്നു അവിടെ പറഞ്ഞു തന്നെ. ഓക്കെ, സൈനികർ, ഗോത്രവർഗ്ഗക്കാർ, കർഷകർ, രാജാക്കന്മാർ തുടങ്ങിയവരുടെയൊക്കെ പങ്കെടുത്തു. മതസൗഹാർദ്ദത്തിൽ ഊന്നിയുള്ള ദേശീയ ബോധം വളർത്തുന്നതിന് കാരണമായി. പ്രാദേശിക സംഘടനകളുടെ പ്രവർത്തനം ശക്തിപ്പെട്ടു. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തോടെയാണെങ്കിൽ ദേശീയ തലത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം. ദേശീയ തലത്തിലാണ്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾക്ക് സംഘടിത മാനം കൈവന്നത് ഇതുകൊണ്ടാണ്. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും പറ്റി. ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർന്നു. ഇനി ഗാന്ധിജിയുടെ ആഗമനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി. ഉച്ചനീചത്വങ്ങൾ ഇല്ലാത്ത ഇന്ത്യക്കായി പരിശ്രമിച്ചു. സമത്വം, സ്വാതന്ത്ര്യം, മതസൗഹാർദ്ദം എന്നിവ ഉയർത്തിപ്പിടിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബഹുജന അടിത്തറ ശക്തിപ്പെട്ടു. ഓക്കെ, നമുക്കിത് നോക്കാം. ഭരണഘടന മുൻഗാമി. ഓക്കെ, മുൻഗാമി 1947 ആഗസ്റ്റ് 15 അല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. പക്ഷേ ഭരണഘടന നിലവിൽ വന്നത് എന്നായിരുന്നു? 1950 ജനുവരി 26 നിലവിൽ വരുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം നേടി 2.5 വർഷത്തോളം എന്തായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനയും നിയമവും എന്തായിരുന്നു നമുക്ക് നോക്കാം. ഇന്ത്യ റിപ്പബ്ലിക്കായി മാറും വരെ പിന്തുടരുന്ന നിയമസംഹിതയായിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്താ? ഇന്ത്യ റിപ്പബ്ലിക് ആയി മാറും വരെ പിന്തുടരുന്ന നിയമസംഹിതയായിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇനി ഗവൺമെൻറ്റിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നതാണെങ്കിലും അതും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഭരണഘടനയുടെ മുൻഗാമി. ഇന്ത്യയിൽ ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാരിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ച നിയമമായിരുന്നു അത്. ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമം. അപ്പോൾ എന്തൊക്കെ ഉണ്ടായിരുന്നു അതിൽ? 321 വിഭാഗങ്ങളും 10 പട്ടികകളും ഉൾക്കൊള്ളുന്നതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 321. 321 ഓർക്കാൻ നല്ലതാണ്. 321 321 വിഭാഗങ്ങളും 10 പട്ടികകളും ഉൾക്കൊള്ളുന്നതായിരുന്നു 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഇന്ത്യയെയും നാട്ടുരാജ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ഫെഡറൽ സംവിധാനം അവതരിപ്പിക്കുന്നതിനും ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ സ്വയംഭരണം ഏർപ്പെടുത്തുന്നതിനും കാരണമായ നിയമമായിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഇന്ത്യയെയും നാട്ടുരാജ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ഫെഡറൽ സംവിധാനം അവതരിപ്പിക്കുന്നതിനും ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ സ്വയംഭരണം ഏർപ്പെടുത്തുന്നതിനും കാരണമായതാണ് ഈ നിയമം. ഓക്കെ, ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പം 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് സംഭാവന ചെയ്ത ആശയങ്ങൾ എന്താ അറിയോ? പ്രവിശ്യയുടെ സ്വയംഭരണ അധികാരം, ഫെഡറലിസം, അധികാര വിഭജനം, നിർദ്ദേശക തത്വങ്ങൾ, ഫെഡറൽ കോടതിയൊക്കെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് സംഭാവന ചെയ്തതാണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടാണ് സംഭാവന ചെയ്തത്. പ്രവിശ്യകളുടെ സ്വയംഭരണാധികാരം, ഫെഡറലിസം,
അധികാര വിഭജനം, നിർദ്ദേശക തത്വങ്ങൾ, ഫെഡറൽ കോടതി എന്നിവയൊക്കെയാണ്. അപ്പോൾ എന്താ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 35 എന്തൊക്കെ കൊടുത്തത്? പ്രവിശ്യകളുടെ സ്വയംഭരണാധികാരം, ഫെഡറലിസം, അധികാര വിഭജനം, നിർദ്ദേശക തത്വങ്ങൾ, ഫെഡറൽ കോടതിയൊക്കെ അതിൽ നിന്നാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതെന്നായിരുന്നു 1940 ആഗസ്റ്റ് 15. നമുക്കറിയാം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതാണെങ്കിൽ 1950 ജനുവരി 26. നെക്സ്റ്റ് നമുക്ക് നോക്കാം. നമുക്കിവിടെ പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകളായിരുന്നു. 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ. കേന്ദ്രത്തിലും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾക്ക്, തൊഴിലുകൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ, 321 വിഭാഗങ്ങളും 10 പട്ടികകളും. ഇതൊക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രത്യേകതയാണ്. 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ. കേന്ദ്രത്തിലും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ, 321 വിഭാഗങ്ങളും 10 പട്ടികകളുമാണ്. എന്ന് നോക്കാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രധാന സവിശേഷതകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റിൽ ഉണ്ടെന്നറിയില്ല, എൻ്റെ കയ്യിലുള്ളത് ഞാൻ വായിച്ചു തരാം. അപ്പോൾ ഫെഡറൽ സംവിധാനത്തിനെ കുറിച്ചാണ്. കേന്ദ്രത്തിനും പ്രവിശ്യകൾക്കിടയിൽ അധികാരങ്ങൾ വിഭജിച്ചു. ഇതിനായി 3 തരത്തിലുള്ള ലിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഫെഡറൽ ലിസ്റ്റ്, പ്രവിശ്യ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ 3 ലിസ്റ്റുകൾ ഉണ്ടായിരുന്നു. കേന്ദ്രത്തിനും പ്രവിശ്യകൾക്കുമിടയിൽ അധികാരങ്ങൾ വിഭജിച്ചതാണ്. ഫെഡറൽ ലിസ്റ്റ് എന്താ? കേന്ദ്രത്തിന് നിയമനിർമ്മാണത്തിൽ അധികാരമുള്ള വിഷയങ്ങളാണ് ഫെഡറൽ ലിസ്റ്റ്. പ്രവിശ്യ ലിസ്റ്റ് ആണെങ്കിൽ പ്രവിശ്യകൾക്ക് നിയമനിർമ്മാണത്തിൽ അധികാരമുള്ള ലിസ്റ്റ് വിഷയങ്ങൾ. കൺകറന്റ് ലിസ്റ്റ് ആണെങ്കിൽ കേന്ദ്രത്തിനും പ്രവിശ്യകൾക്കും തുല്യ അധികാരം അവശേഷിക്കുന്ന അധികാരങ്ങൾ വൈസ്രോയിൽ നിക്ഷിപ്തമായിരുന്നു. നമുക്കിത് കൂടി നോക്കാം. പ്രവിശ്യകൾ സ്വയംഭരണാധികാരം ഇവിടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പ്രവിശ്യാ തലത്തിൽ ദ്വിഭരണം നിർത്തലാക്കി. ഓക്കെ. കേന്ദ്രത്തിലും സ്വാധീനമുള്ള ഫെഡറൽ ലിസ്റ്റിൽ കീഴിലുള്ള വിഷയങ്ങൾ, റിസർവ് സംവരണം ചെയ്ത വിഷയങ്ങൾ, ട്രാൻസ്ഫേർഡ് എന്നിങ്ങനെ രണ്ടായി തിരിച്ചു. ഓക്കെ. കേന്ദ്രത്തിലും സ്വാധീനമുള്ള ഫെഡറൽ ലിസ്റ്റിന് കീഴിലുള്ള വിഷയങ്ങളെ റിസർവ് എന്നും ട്രാൻസ്ഫേർഡ് എന്നും രണ്ടായി തരംതിരിച്ചു. അപ്പോൾ സംവരണം ചെയ്ത വിഷയങ്ങൾ ഒരു മിനിറ്റ്. ഓക്കെ. അപ്പോൾ സംവരണം ചെയ്ത വിഷയങ്ങൾ ഗവർണർ ജനറലിൻ്റെ നിയന്ത്രണത്തിൽ ആയിരുന്നു. ഉദാഹരണം പ്രതിരോധം, വിദേശകാര്യം, പോലീസ്, നികുതിയൊക്കെ. ഇനി കൈമാറ്റം ചെയ്യപ്പെട്ട വിഷയങ്ങൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ചുമതലയിലായിരുന്നു. കൈമാറ്റം ചെയ്യപ്പെട്ടതാണെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ചുമതലയായിരുന്നു. എന്നാൽ പ്രവിശ്യാ നിയമസഭയെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരായിരുന്നു. നമുക്ക് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നോക്കാം. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ ശുപാർശ ചെയ്തു. ദ്വിമണ്ഡല സഭകൾ ഹൗസ് ഓഫ് അസംബ്ലി, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് അഥവാ അധോസഭ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, ഉപരിസഭ എന്നിങ്ങനെ ഉണ്ടായിത്തിരിച്ചു. ആകെയുള്ള 11 പ്രവിശ്യകളിൽ 6ലും ദ്വിമണ്ഡല സഭകൾ നിലവിൽ വന്നു. ദ്വിമണ്ഡല സഭകൾ നിലവിൽ വന്ന ഏകീകൃത പ്രവിശ്യകൾ ബംഗാൾ, മദ്രാസ്, ബോംബെ, ബീഹാർ, അസം ഏകീകൃത പ്രവിശ്യകൾ. പിന്നെ ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലം സംവരണം ചെയ്തു. ഇത് ഭരണകാര്യങ്ങളിൽ അവരുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായിച്ചു. ഓക്കെ, നമുക്ക് നമ്മുടെ ഭരണഘടനയിലേക്ക് കടക്കാം. ഇതൊക്കെ നമ്മൾ 1935 ഇന്ത്യ ഗവൺമെൻറ് ഓഫ് ആക്ടിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തിലേക്ക്. ഇന്ത്യൻ ഭരണഘടനയിലെ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ചുള്ള ഘടകങ്ങളാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം, 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, ക്യാബിനറ്റ് മിഷൻ്റെ പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ചുള്ള ഘടകങ്ങൾ. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം, 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, ക്യാബിനറ്റ് മിഷൻ്റെ പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെയാണ്. നമ്മൾ ക്യാബിനറ്റ് മിഷനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നുണ്ട്, നോക്കാം. ഇന്ത്യക്ക് പരമാധികാരം കൈമാറുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച നടത്തുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച 3 അംഗ സമിതിയാണ് ക്യാബിനറ്റ് മിഷൻ. മൂന്നംഗ സമിതിയാണ് ഈ ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യക്ക് പരമാധികാരം കൈമാറുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച നടത്തുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച 3 അംഗ സമിതിയാണ് ക്യാബിനറ്റ് മിഷൻ. ഇനി സ്വതന്ത്ര ഇന്ത്യക്ക് ഒരു നിയമസംഹിത എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചതാണ് ക്യാബിനറ്റ് മിഷൻ. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യക്ക് ഒരു നിയമസംഹിത എന്ന നിർദ്ദേശം ആരാണ് മുന്നോട്ട് വെച്ചതെന്ന് ചോദിച്ചാൽ ആരാത്? ക്യാബിനറ്റ് മിഷനാണ്. നോക്കാം നമുക്ക്.
ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം എന്താണെന്നറിയോ? 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷമാണ് 1946. ഓക്കെ. ഇനി ക്യാബിനറ്റ് മിഷൻ രൂപീകരിക്കുന്നതിന് മുൻ കൈയെടുത്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലെമൻ്റ് ആറ്റ്ലിയാണ്. ക്യാബിനറ്റ് മിഷൻ രൂപീകരിക്കുന്നതിന് മുൻ കൈയെടുത്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലെമൻ്റ് ആറ്റ്ലി. ക്യാബിനറ്റ് മിഷൻ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? പെത്തിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ എന്നീ 3 പേരാണ് ക്യാബിനറ്റ് മിഷൻ മറ്റ് അംഗങ്ങളാണ്. പെത്തിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ. ഇനി ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ച് ക്യാബിനറ്റ് മിഷൻ തയ്യാറാക്കിയ പരിപാടിയാണ് ക്യാബിനറ്റ് മിഷൻ പദ്ധതി. ഓക്കെ. ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളുമായി ചർച്ച നടത്തിയ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി ഭരണഘടനാ നിർമ്മാണ സഭ വിളിച്ചു ചേർക്കണമെന്ന് കോൺഗ്രസിൻ്റെ ആവശ്യം അംഗീകരിച്ചു. ഓക്കെ, നമുക്ക് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് കടക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം എന്നായിരുന്നു അറിയോ? അത് 1946 ഡിസംബർ 9 ആദ്യ യോഗം 1946 ഡിസംബർ 9. ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങൾ എത്രയായിരുന്നു? അന്നേരം അംഗങ്ങൾ എത്രയായിരുന്നു? 389. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങൾ 389. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നുള്ള അംഗങ്ങളാണെങ്കിൽ 296. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നുള്ള അംഗങ്ങൾ 296. നാട്ടുരാജ്യങ്ങളിൽ നിന്നാണെങ്കിൽ 93. നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 93. കേരളത്തെ പ്രതിനിധീകരിച്ച് ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് മലയാളി വനിതകളാണെങ്കിൽ 3 ആളാണ്. 3 ആൾ. അത് മലയാളി വനിതകൾ ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീനാണ്. അപ്പം നിയമനിർമ്മാണ സമിതിയിലെ മലയാളി വനിതകളുടെ 3 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. ഈ ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് നേതൃത്വം നൽകിയ വ്യക്തികൾ ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ. ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് നേതൃത്വമാണ് ജവഹർലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ. ഭരണഘടനയുടെ കരട് എഴുതി തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് എഴുതി തയ്യാറാക്കിയത്. അതിൻ്റെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ B.R. അംബേദ്കറാണ്. ഭരണഘടനയുടെ കരട് എഴുതി തയ്യാറാക്കിയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അധ്യക്ഷൻ ഡോക്ടർ B.R. അംബേദ്കറാണ്. ഭരണഘടനയുടെ കരട് എഴുതി തയ്യാറാക്കിയ കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങളാണെങ്കിൽ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N. ഗോപാലസ്വാമി അയ്യങ്കാർ, K. മുൻഷി, T. കൃഷ്ണമാചാര്യൊക്കെ. ഇനി ഭരണഘടന എഴുതി തയ്യാറാക്കുന്നതിന് എടുത്ത സമയം എത്ര അറിയോ? 2 വർഷം 11 മാസം 17 ദിവസമൊക്കെ ഭരണഘടന എഴുതി തയ്യാറാക്കുന്നതിന് എടുത്ത സമയമാണ് 2 വർഷം 11 മാസം 17 ദിവസം. ഓക്കെ. ഇനി ഭരണഘടനാ നിയമസഭയുടെ ആകെ സമ്മേളനം എത്രയായിരുന്നു? 11 ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആകെ സമ്മേളനങ്ങൾ 11 ആയിരുന്നു. ഇനി ഭരണഘടനാ നിർമ്മാണ സഭ ചർച്ചകൾക്കായി എടുത്ത ആകെ സമയമാണെങ്കിൽ 165 ദിവസമാണ്. ആകെ ദിവസം 165 ദിവസമൊക്കെ. കരട് ഭരണഘടനയിൽ 315 വകുപ്പുകളും 13 പട്ടികകളും ഉണ്ടായിരുന്നു. കരട് ഭരണഘടനയിൽ 315 വകുപ്പുകളും 13 പട്ടികകളും ഉണ്ടായിരുന്നു. കരട് ഭരണഘടനയ്ക്ക് 7000-ൽ പരം ഭേദഗതികൾ അവതരിപ്പിക്കാൻ നോട്ടീസ് ലഭിച്ചിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏതാ? നമ്മുടെ ഇന്ത്യയുടെയാണ്. ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന നമ്മുടെ ഇന്ത്യയുടെയാണ്. 1950 ജനുവരി 26 നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിരുന്നത് എന്തൊക്കെയായിരുന്നു? 22 ഭാഗങ്ങൾ, 395 അനുച്ഛേദങ്ങൾ, 8 പട്ടിക. ഓക്കെ, 8 പട്ടിക, 395 അനുച്ഛേദങ്ങൾ, 22 ഭാഗങ്ങൾ. ഓക്കെ, ഇതൊക്കെയായിരുന്നു 1950 ജനുവരി 26 നിലവിൽ വരുമ്പോഴേക്കും ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭ ഒരു റൗണ്ടിൽ കൊടുത്തിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഷോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് വായിക്കാം. നിർമ്മാണ കാലയളവ് വന്നത് എപ്പോഴാണ്? 2 വർഷം 11 മാസം 17 ദിവസം. ഓക്കെ അല്ലേ? ആദ്യ സമ്മേളനം എന്നായിരുന്നു? 1946 ഡിസംബർ 9. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ആരായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണെങ്കിൽ അംബേദ്കർ. ഓക്കെ. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനാണെങ്കിലോ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംബേദ്കർ ആണെങ്കിൽ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്. ഇനി ഭരണഘടന നിലവിൽ അംഗീകരിച്ച് ഒപ്പുവെച്ചതാണെങ്കിൽ 1949 നവംബർ 26 നിലവിൽ വന്നിരുന്നായിരുന്നു 1950 ജനുവരി 26. അപ്പോൾ അന്ന് ഇന്ത്യ റിപ്പബ്ലിക്കായി. ഓക്കെ, നമുക്ക് അംബേദ്കറെ കുറിച്ച് കാര്യം പറയുന്നുണ്ട്. കുറ്റമറ്റ ഭരണഘടനക്കായി ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകാൻ നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം എഴുതി തയ്യാറാക്കാൻ
അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായ ഡോക്ടർ B.R. അംബേദ്കർ 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടന വിശദ പഠനത്തിന് വിധേയമാക്കുകയുണ്ടായി. മറ്റു രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടനകളുടെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ഇന്ത്യക്കുള്ള വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, സാംസ്കാരികം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഭരണഘടനകളിലെ ആശയങ്ങൾ നാം സ്വീകരിച്ചിരിക്കുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. പാർലമെൻ്ററി കുറച്ച് ഇങ്ങനെ അതായത് കാര്യങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, നമുക്കത് വായിക്കാം. പാർലമെൻ്ററി ജനാധിപത്യം എന്നാൽ രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. ഓക്കെ, പാർലമെൻ്ററി ജനാധിപത്യ ഭരണം എന്ന് വെച്ചാൽ രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. ഇനി ജനങ്ങളുടെ പരമാധികാരം എന്ന് വെച്ചാൽ രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉദ്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. ജനങ്ങളുടെ പരമാധികാരം, രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. ഓരോ വ്യക്തികൾക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട്. മൗലിക കടമകൾ എന്താ? ഓരോ വ്യക്തിക്കും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തമാണ് മൗലിക കടമകൾ. ഇനി മാർഗനിർദ്ദേശങ്ങളാണെങ്കിൽ മൗലിക അവകാശമാണ് ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പ് വരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങൾ. ഇനി തത്വങ്ങളാണെങ്കിൽ സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. നിയമവാഴ്ചയാണെങ്കിൽ എല്ലാ പൗരനും നിയമത്തിന് വിധേയരാണ്, ആരും നിയമത്തിന് അതീതരല്ല. ഇനി സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്താ? നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ എന്താ? നിയമനിർമ്മാണം, കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനമാണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ഇനി ഫെഡറലിസം എന്താ? അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്നതാണ് ഫെഡറലിസം. ഒക്കെ, അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും വിഭജിക്കുന്നത്. ഇനി ഏക പൗരത്വമാണെങ്കിലോ രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ, സംസ്ഥാനങ്ങൾക്കായി പ്രത്യേകം പൗരത്വമില്ല. ഓക്കെ, രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ, സംസ്ഥാനങ്ങൾക്കായി പ്രത്യേകം പൗരത്വമില്ല എന്നാണ് ഏക പൗരത്വം. ഇനി ഇവിടെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റിലുണ്ടാവില്ല. പാർലമെൻ്ററി ജനാധിപത്യ ഭരണം, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന ജനപ്രതിനിധി സഭയാണ് പാർലമെൻറ്റ്. ഒക്കെ, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന ജനപ്രതിനിധി സഭയാണ് പാർലമെൻറ്റ്. നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. രാഷ്ട്രപതി, നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം എന്നിങ്ങനെ ഇതിന് 3 വിഭാഗങ്ങളുണ്ട്. രാഷ്ട്രപതി, നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം എന്നിങ്ങനെ ഇതിന് 3 വിഭാഗങ്ങളുണ്ട്. പാർലമെൻ്ററി ജനാധിപത്യത്തിൽ കാര്യനിർവഹണ വിഭാഗം നയങ്ങൾ പ്രവർത്തനങ്ങളിലും നിയമനിർമ്മാണ വിഭാഗത്തോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം എന്നിവയുടെ ഒത്തൊരുമയാണ് പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ മറ്റൊരു സവിശേഷത. കാര്യനിർവഹണ വിഭാഗങ്ങളിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവർ ആയിരിക്കും. കാര്യനിർവഹണ വിഭാഗങ്ങളിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ള അംഗങ്ങൾ ആയിരിക്കും. നിയമനിർമ്മാണ വിഭാഗമായിരിക്കും കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നത്. പാർലമെൻ്ററി സംവിധാനത്തിൽ രാജ്യത്തലവൻ രാഷ്ട്രപതിയാണ്. പാർലമെൻ്ററി സംവിധാനത്തിൽ രാജ്യത്തലവൻ രാഷ്ട്രപതി. പാർലമെൻ്ററി സംവിധാനത്തിൽ ഭരണകൂടത്തിൻ്റെ തലവൻ പ്രധാനമന്ത്രി. പാർലമെൻ്ററി സംവിധാനത്തിൽ ഭരണകൂടത്തിൻ്റെ തലവൻ പ്രധാനമന്ത്രി. ഇനി ജനങ്ങളുടെ പരമാധികാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ ജനങ്ങളുടെ പരമാധികാരം വ്യക്തമായി കുറിക്കുന്നുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ പരമാധികാരം ജനങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ ഭരിക്കുന്നവരെ തിരഞ്ഞെടുക്കാനും തിരുത്താനും തൽസ്ഥാനത്ത് നിന്ന് മാറ്റാനും ജനങ്ങൾക്ക് അധികാരമുണ്ട്. പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനപ്രതിനിധി സഭയിലേക്കും സംസ്ഥാനത്തിലെ നിയമനിർമ്മാണ സഭകളിലേക്കും തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 326. എന്താ അത്? പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനപ്രതിനിധി സഭയിലേക്കും സംസ്ഥാനത്തിലെ നിയമനിർമ്മാണ സഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതെന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 326. ഇനി മൗലിക അവകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്, നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാർട്ട് 3-ലാണ്. 12 മുതൽ 35 വരെ അനുച്ഛേദങ്ങളിലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നത്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നതാണ് ഈ മൗലിക അവകാശങ്ങളെയൊക്കെ. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നതാണ് മൗലിക അവകാശങ്ങൾ. യാതൊരു വിവേചനവും ഇല്ലാതെ എല്ലാ വ്യക്തികൾക്കും ഭരണഘടന ഉറപ്പ് നൽകുന്നതാണ് മൗലിക അവകാശങ്ങൾ.
ഇനി വ്യക്തികളുടെ അന്തസ്സും സമത്വം പൊതു താല്പര്യം രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നിവ ഉയർത്തിപ്പിടിക്കാൻ മൗലികാവകാശങ്ങൾക്കാകുന്നു. രാജ്യത്ത് സ്വേച്ഛാധിപത്യ ഭരണം ഇല്ലാതാക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ജനങ്ങളുടെ സ്വാതന്ത്ര്യവും പുരോഗതിയും മൗലികാവകാശങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നു. അപ്പോൾ മൗലികാവകാശം ലക്ഷ്യം വയ്ക്കുന്നത് ജനങ്ങളുടെ സ്വാതന്ത്ര്യവും പുരോഗതിയുമാണ്. നമുക്ക് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. മൗലിക അവകാശങ്ങളും കർത്തവ്യങ്ങളും ഒരേ നാണയത്തിന് രണ്ട് വശങ്ങളാണ്. മൗലിക അവകാശങ്ങളും കർത്തവ്യങ്ങളും ഒരേ നാണയത്തിന് ഈ രണ്ട് വശങ്ങളാണ്. എവിടെ അവകാശങ്ങളുണ്ടോ അവിടെ കർത്തവ്യങ്ങളുമുണ്ട്. പൗരർ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കർത്തവ്യങ്ങൾ. പൗരർ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കർത്തവ്യങ്ങൾ. ഇനി മാർഗനിർദ്ദേശ തത്വങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നിർദ്ദേശങ്ങൾ രാജ്യത്തിൻ്റെ ഭരണത്തിന് അടിസ്ഥാനമായി ഗവൺമെൻറ്റുകളും ഗവൺമെൻറ് ഏജൻസികളും സ്വീകരിക്കേണ്ട തത്വങ്ങളാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ. ഭരണഘടനയിൽ മാർഗനിർദ്ദേശ തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗം എന്താ അത് ഭാഗം 4 ഭരണഘടനയിൽ മാർഗനിർദ്ദേശ തത്വങ്ങൾ ഭാഗം 4 ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അപ്പോൾ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, സ്വാതന്ത്ര്യവും സാഹോദര്യം എന്നീ മഹത്തായ ആശയങ്ങൾ നേടുന്നതിന് ഇന്ത്യയിലെ ജനങ്ങളെ മാർഗനിർദ്ദേശക തത്വങ്ങൾ സഹായിക്കുന്നുണ്ട്. ഭരണഘടനയിൽ മാർഗനിർദ്ദേശ തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണെങ്കിൽ അനുച്ഛേദം 36 മുതൽ 51. അപ്പോൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗമാണെങ്കിൽ ഭാഗം 4. അപ്പോൾ തത്വങ്ങളെ പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണെങ്കിൽ അനുച്ഛേദം 36 മുതൽ 51 വരെയാണ്. ഒരു ക്ഷേമരാഷ്ട്രം എന്ന സങ്കല്പം സാക്ഷാത്കരിക്കാൻ മാർഗനിർദ്ദേശക തത്വങ്ങൾ സഹായിക്കുന്നു. മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്തിനാണ് സഹായിക്കുന്നത്? ഒരു ക്ഷേമരാഷ്ട്രം എന്ന സങ്കല്പം സാക്ഷാത്കരിക്കാൻ. നമുക്ക് നിയമവാഴ്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ നിയമവാഴ്ചയ്ക്ക് സുപ്രധാന സ്ഥാനമാണുള്ളത്. നീതി, സമത്വം, സ്വാതന്ത്ര്യം എന്നിവയ്ക്ക് ഇത് ഊന്നൽ നൽകുന്നു. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. നിയമം എല്ലാറ്റിനും ഉപരിയാണ്. ആരും നിയമത്തിന് അതീതരല്ല തുടങ്ങിയ വാചകങ്ങൾ നിയമവാഴ്ചയുടെ പ്രാധാന്യം ഉറപ്പിക്കുന്നുണ്ട്. നിയമത്തിന് മുന്നിൽ തുല്യതയും നിയമത്തിൻ്റെ തുല്യ സംരക്ഷണം എല്ലാവർക്കും ലഭ്യമാകുന്നു. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ജനാധിപത്യത്തിൻ്റെ അവിഭാജ്യ ഘടകമായ തിരഞ്ഞെടുപ്പുകൾക്ക് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. നിശ്ചിത പ്രായം പൂർത്തിയാക്കിയ ഏതൊരാൾക്കും ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. ഇനി സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതി വ്യവസ്ഥ നമുക്ക് നോക്കാം. ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങൾ സുരക്ഷിതമാക്കാൻ സ്വതന്ത്രമായ ഒരു ന്യായ വ്യവസ്ഥ അനിവാര്യമാണ്. നമ്മൾ ജുഡീഷ്യറിയെക്കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഫെഡറലിസം നോക്കാം. ഒരു രാജ്യത്തിൻ്റെ വിവിധ തലങ്ങളിൽ ഗവൺമെൻറ്റുകൾ തമ്മിൽ അധികാരം പങ്കിടുന്നതിനെയാണ് അധികാര വിഭജനം അഥവാ ഫെഡറലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അധികാര വിഭജനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ പട്ടികയുണ്ട്. അത് 7-ാം പട്ടികയാണ്. അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നതാണ് പട്ടിക 7. അപ്പോൾ അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിനാണ്. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിലും കേന്ദ്രത്തിനാണ് മേൽക്കൈ ഉള്ളത്. നിയമങ്ങളുടെ ഉറവിടം നോക്കാം. ഇന്ത്യയുടെ അടിസ്ഥാന നിയമസംഹിതയാണ് ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ. സർക്കാരുകൾ നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവചിച്ചിട്ടുണ്ട്. നിയമത്തിൻ്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ്സ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് ഭരണഘടനയ്ക്കുള്ളത്. അത്യാവശ്യമില്ലാത്തതാണ് ഞാൻ ഒരിക്കൽ വായിച്ചു പോകുന്നത്. അത്യാവശ്യം നമുക്ക് വേണ്ടത് ഞാൻ 2-3 വട്ടം വായിക്കുന്നുണ്ട്. ബാലാവകാശ നിയമങ്ങളുണ്ട്. ബാലവേല നിരോധന നിയമം, ബാലനീതി നിയമം, വിദ്യാഭ്യാസ അവകാശം. ഇതൊക്കെയാണ് ബാലാവകാശ നിയമങ്ങൾ. ബാലവേല നിരോധന നിയമം, ബാലനീതി നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം. ഇവിടെ പട്ടികയെക്കുറിച്ച് കുറച്ചും കൂടി പറയുന്നുണ്ടായിരുന്നേ. അപ്പം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി അധികാരം വിഭജിച്ച് നൽകുന്നത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ 3 ലിസ്റ്റുകളിൽ ഉൾപ്പെടുന്നതാണ്. ഇനി ഏകപൗരത്വം നോക്കാം നമുക്ക്. ഭരണഘടന രാജ്യത്താകമാനം ഒരൊറ്റ പൗരത്വ സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ഇന്ത്യൻ പൗരൻ പൗരത്വ പദവിക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും പ്രത്യേക അവകാശങ്ങളോടും കൂടി രാജ്യത്തിലെ ഏത് പ്രദേശത്തും നിയമാനുസൃതമായി പൗരനായി തന്നെ അംഗീകരിക്കപ്പെടുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ജന്മസിദ്ധം, പിന്തുടർച്ച, രജിസ്ട്രേഷൻ, ചിരകാല അധിവാസം.
പ്രദേശ സംയോജനം. അപ്പോൾ നമുക്ക് 5 തരത്തിൽ ഇന്ത്യൻ പൗരത്വം ലഭിക്കും. ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതാണ് പറയുന്നത്. ജന്മസിദ്ധം, പിന്തുടർച്ച, രജിസ്ട്രേഷൻ, ചിരകാലാധിവാസം, പ്രദേശ സംയോജനം. ഇതൊക്കെ കൊണ്ട് നമുക്ക് ഈ 5 തരത്തിൽ ഇന്ത്യൻ പൗരത്വം ലഭിക്കും. ഓക്കെ, ജന്മസിദ്ധം, പിന്തുടർച്ച, രജിസ്ട്രേഷൻ, ചിരകാല അധിവാസം, പ്രദേശ സംയോജനം. ഓക്കെ, ഇനി ഭരണഘടനാനുസൃതമായി നിർമ്മിക്കപ്പെട്ട നിയമങ്ങളുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. വനം വന്യജീവി സംരക്ഷണ നിയമമുണ്ട്. അത് ഏത് വർഷമായിരുന്നു അറിയോ? വനം വന്യജീവി സംരക്ഷണ നിയമം ഏത് വർഷം? 1972 1972 വനം വന്യജീവി സംരക്ഷണ നിയമമെങ്കിൽ ദേശീയ സുരക്ഷാ നിയമമാണെങ്കിൽ ദേശീയ സുരക്ഷാ നിയമം 1980 1972 വനം വന്യജീവി സംരക്ഷണ നിയമം, 1980 ദേശീയ സുരക്ഷാ നിയമം. ബാലവേല നിരോധന നിയമം എന്നായിരുന്നു? അത് 1986 1986 1986 ബാലവേല നിരോധന നിയമം. ദുരന്ത നിവാരണ നിയമമാണെങ്കിലോ അത് 2005 അപ്പോൾ എന്താ ബാലവേല നിരോധന നിയമം 1986 ദേശീയ സുരക്ഷാ നിയമം 1980 വനം വന്യജീവി സംരക്ഷണ നിയമം 1972 ഭക്ഷ്യസുരക്ഷാ നിയമമാണെങ്കിൽ 2005 ദുരന്ത നിവാരണ നിയമമാണ് 2005. ഞാൻ കാണാണ്ട് പറഞ്ഞു നോക്കിയതാട്ടോ. ഭക്ഷ്യസുരക്ഷാ നിയമമാണെങ്കിൽ 2013. വിവരാവകാശ നിയമമാണെങ്കിൽ 2005. അഴിമതി നിരോധന നിയമമാണെങ്കിൽ 1988. വിദ്യാഭ്യാസ അവകാശ നിയമം 2009. പരിസ്ഥിതി സംരക്ഷണ നിയമം 1986. അപ്പം വനം വന്യജീവി നമുക്ക് നോക്കാം ഒന്നുകൂടി. ഭക്ഷ്യസുരക്ഷാ നിയമം എന്നായിരുന്നു? 2013. വിവരാവകാശ നിയമം എന്നായിരുന്നു? 2005. ബാലവേല നിരോധന നിയമം 1986. ദുരന്ത നിവാരണ നിയമമാണെങ്കിൽ 2005. ദേശീയ സുരക്ഷാ നിയമമാണെങ്കിൽ 1980. വനം വന്യജീവി സംരക്ഷണ നിയമമാണെങ്കിൽ 1972. വിവരാവകാശ നിയമം 2005. അഴിമതി നിരോധന നിയമമാണെങ്കിൽ 1988. വിദ്യാഭ്യാസ അവകാശ നിയമമാണെങ്കിൽ 2009. പരിസ്ഥിതി സംരക്ഷണ നിയമം 1986. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. എൻ്റെ കയ്യിൽ നോട്ട്സിൽ കുറച്ച് കൂടുതലായിട്ട് പോയിൻ്റ് ഉണ്ട് കേട്ടോ. അതാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ടെക്സ്റ്റിൽ അത്ര കാണില്ല. ഇനി കുട്ടികളുടെ അവകാശങ്ങളുടെ പ്രാധാന്യം പറയുന്നുണ്ട്. ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് കുട്ടികളുടെ സംരക്ഷണവും സുരക്ഷയും അനിവാര്യമായ വിഷയമാണെന്ന് ലോകരാജ്യങ്ങൾക്ക് ബോധ്യമായി. അങ്ങനെയാണ് 1924 ലീഗ് ഓഫ് നേഷൻസ് ജനീവ ഡിക്ലറേഷൻ ഓഫ് ചൈൽഡ് പ്രഖ്യാപിച്ചു. 1924 ലീഗ് ഓഫ് നേഷൻ ജനീവ ഡിക്ലറേഷൻ ഓഫ് ചൈൽഡ് പ്രഖ്യാപിച്ചു. തുടർന്ന് 1947 ഡിസംബർ 10 നടന്ന യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിലൂടെ കുട്ടികൾക്ക് പ്രത്യേക പരിഗണന ഉറപ്പുവരുത്തി. അങ്ങനെ 1959 ഡിക്ലറേഷൻ ഓഫ് ചൈൽഡ് പ്രഖ്യാപിക്കുകയും കുട്ടികളുടെ ആരോഗ്യം, ഭക്ഷണം, വിദ്യാഭ്യാസം, വിനോദ, തുല്യത എന്നിവയ്ക്കുള്ള അവകാശം, ആക്രമം, വിവേചനം, അവഗണന എന്നിവയിൽ നിന്നുള്ള പരിരക്ഷയും ഉറപ്പുവരുത്തി. എന്നിട്ട് 1989 നവംബർ 20 ചരിത്രപ്രസിദ്ധമായ കുട്ടികൾക്കായുള്ള അവകാശ ഉടമ്പടി ഐക്യരാഷ്ട്രസഭ ഒപ്പുവെച്ചു. ഇപ്പോൾ 1989 നവംബർ 20 ചരിത്രപ്രസിദ്ധമായ കുട്ടികൾക്കായുള്ള അവകാശ ഉടമ്പടി ഐക്യരാഷ്ട്രസഭ ഒപ്പുവെച്ചു. അപ്പോൾ 2002 UN കുട്ടികൾക്കിണങ്ങുന്ന ലോകം എന്ന പ്രഖ്യാപനം കൂടി നടത്തുകയും ചെയ്തതിലൂടെ ലോകത്താകമാനം കുട്ടികളുടെ അവകാശങ്ങൾക്ക് പ്രാമുഖ്യം കൽപ്പിക്കപ്പെട്ടു. അപ്പോൾ എന്താ 2002 UN കുട്ടികൾക്കിണങ്ങുന്ന ലോകം എന്ന പ്രഖ്യാപനം കൂടി നടത്തുകയും ചെയ്തു കേട്ടോ. അപ്പോൾ 1989 നവംബർ 20 ചരിത്രപ്രസിദ്ധമായ കുട്ടികൾക്കായുള്ള അവകാശ ഉടമ്പടി ഐക്യരാഷ്ട്രസഭ ഒപ്പുവെച്ചത് എന്നായിരുന്നു? 1980 നവംബർ 20. ഓക്കെ, അപ്പോൾ എന്താ കുട്ടികൾക്കിണങ്ങുന്ന ലോകം എന്ന പ്രഖ്യാപനം എന്നാ നടത്തിയത്? 2002. ഇനി കുട്ടികൾക്കായുള്ള ദേശീയ നയം പ്രഖ്യാപിച്ചത് എന്നായിരുന്നു? 1974. 1974 ഓഗസ്റ്റിലാണ് കുട്ടികൾക്കായുള്ള ദേശീയ നയം പ്രഖ്യാപിച്ചത്. അപ്പോൾ 1989 നവംബർ 20 ചരിത്രപ്രസിദ്ധമായ കുട്ടികൾക്കായുള്ള അവകാശ ഉടമ്പടി ഐക്യരാഷ്ട്രസഭ ഒപ്പുവെച്ചെങ്കിൽ 2002 UN കുട്ടികൾക്കിണങ്ങുന്ന ലോകം എന്ന പ്രഖ്യാപനം നടത്തി. കുട്ടികൾക്കായുള്ള ദേശീയ നയം പ്രഖ്യാപിച്ചത് 1974 ഓഗസ്റ്റിൽ. 1989 കുട്ടികൾക്കായുള്ള അവകാശ ഉടമ്പടിയിൽ ഇന്ത്യ ഒപ്പുവെച്ചൊക്കെ നമ്മൾ പറഞ്ഞു. 1989 കുട്ടികൾക്കായുള്ള അവകാശ ഉടമ്പടിയിൽ ഇന്ത്യയെ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇനി 1992 സെപ്റ്റംബറിലാണ് അത് ഇന്ത്യ ഒപ്പുവെച്ചത്. 1992 സെപ്റ്റംബർ. 1989 ഐക്യരാഷ്ട്രസഭ ഒപ്പുവെച്ചല്ലോ നവംബർ 20. നമ്മുടെ ഇന്ത്യ അതിൽ ഒപ്പുവെച്ചത്
1992 സെപ്റ്റംബറിലാണ്. ഇനി കുട്ടികൾക്കായുള്ള ദേശീയ ചാർട്ടർ ഇന്ത്യ പ്രസിദ്ധീകരിക്കുന്നതാണെങ്കിൽ 2004 ഫെബ്രുവരി 9. കുട്ടികൾക്കായുള്ള ദേശീയ ചാർട്ടർ ഇന്ത്യ പ്രസിദ്ധീകരിക്കുന്നത് 2004 ഫെബ്രുവരി 9. ഇന്ത്യയിൽ ബാലാവകാശ കമ്മീഷൻ ആക്ട് നിലവിൽ വന്നത് എന്നായിരുന്നു? 2005 ഇന്ത്യയിൽ ബാലാവകാശ കമ്മീഷൻ ആക്ട് നിലവിൽ വന്നത് 2005. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആക്ട് നിലവിൽ വന്നതാണെങ്കിൽ 2013 ജൂൺ 3. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആക്ട് നിലവിൽ വന്നത് 2013 ജൂൺ 3. അപ്പോൾ ഇന്ത്യയിൽ ബാലാവകാശ കമ്മീഷൻ ആക്ട് 2005 കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആക്ട് വന്നത് 2013. ഓക്കെ, ഇന്ത്യയിൽ അത് 2005, കേരളത്തിലത് 2013 ജൂൺ 3. ഓക്കെ, ഇനി ജനീവ ഡിക്ലറേഷൻ ഓഫ് ചൈൽഡ് എന്നായിരുന്നു? 1924. 1948 യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഡിസംബർ 10. 1959 ഡിക്ലറേഷൻ ഓഫ് ചൈൽഡ്. 1989 കുട്ടികൾക്കായുള്ള അവകാശ ഉടമ്പടി ഐക്യരാഷ്ട്രസഭ ഒപ്പുവെച്ചു. 2002 കുട്ടികൾക്ക് ഇണങ്ങുന്ന ലോകം UN പ്രഖ്യാപിച്ചു. 1974 കുട്ടികൾക്കായുള്ള ദേശീയ നയം ഇന്ത്യ നടപ്പിലാക്കി. 2004 കുട്ടികൾക്കായുള്ള ദേശീയ ചാർട്ടർ ഇന്ത്യ നടപ്പിലാക്കി. 2005 ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആക്ട് ഇന്ത്യയിൽ പാസ്സാക്കി. ഓക്കെ, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ് 2012 പോക്സോ ആക്ട്. 2012 വന്നതെങ്ങനെയാ നോക്കാം നമുക്ക്. കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുവാനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പിലാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോക്സോ 2012. ഓക്കെ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫോർ സെക്ഷൽ ഒഫൻസ് ആക്ട് 2012. ഓക്കെ, ഇനി 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടികളായ നിയമം പരിഗണിക്കുന്നുണ്ട്. ഇപ്പോൾ എത്ര വയസ്സ് മുതലാണ്? 18 വയസ്സ് വരെയാണ്. വയസ്സിന് താഴെയുള്ളവരെയാണ് പോക്സോ കുട്ടികൾ എന്ന നിലയിൽ 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും, ആണായാലും പെണ്ണായാലും. ഒക്കെ, ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. ഒക്കെ, ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കുവാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിയും കഠിന ശിക്ഷ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ലൈംഗികാതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് ആർക്കൊക്കെയാണ്? സ്പെഷ്യൽ ജുവൈനൽ പോലീസ് യൂണിറ്റിന് അല്ലെങ്കിൽ ലോക്കൽ പോലീസിനോ. വകുപ്പ് 19 പ്രകാരമാണ്. അപ്പോൾ ലൈംഗികാതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് സ്പെഷ്യൽ ജുവൈനൽ പോലീസ് യൂണിറ്റിന് അല്ലെങ്കിൽ ലോക്കൽ പോലീസിന്. അപ്പോൾ പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്നത് എന്താ? ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസറാണ്. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ, CWPO ആണ്. ഓക്കെ, ഇനി കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന് ഏത് വകുപ്പ് പ്രകാരമാണ് നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്? അത് വകുപ്പ് 44. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിൻ്റെ ഏത് വകുപ്പ് പ്രകാരമാണ് നിരീക്ഷണ സംവിധാനം പോക്സോ മോണിറ്ററിംഗ് സെൽ ഒരുക്കിയിട്ടുള്ളത്? വകുപ്പ് 44 പ്രകാരമാണ്. ഓക്കെ, ഇനി ഭരണഘടന ധർമ്മങ്ങളെക്കുറിച്ച് നമുക്കവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. മരം വരച്ചിട്ട് അപ്പം നോക്കാം. പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്ന ഭരണഘടന ധർമ്മങ്ങളാണ് പറയുന്നത്. പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. രാജ്യത്തെ എല്ലാ ഭരണഘടനാ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു. ജ്ഞാനാർത്ഥത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. സ്വേച്ഛാധിപത്യത്തിനും ദുർവിനിയോഗത്തിനും എതിരായി സംരക്ഷണ കവചമായി വർത്തിക്കുന്നു. ഓക്കെ, ഇനി ആമുഖത്തെക്കുറിച്ച് നമ്മൾ എൻ്റെ നോട്ടിൽ കുറച്ച് പറയുന്നുണ്ട്, ഞാൻ പറയാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രകടിപ്പിച്ചിട്ടുള്ള ആശയങ്ങൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചതും പിന്നീട് അംഗീകരിച്ചതുമായ ലക്ഷ്യപ്രഖ്യാപനം പ്രമേയത്തിൽ ഉൾപ്പെടുന്നു. ഭരണഘടനയുടെ ഏറ്റവും വിലയേറിയ ഭാഗമാണ് ആമുഖം. ഒക്കെ, ഭരണഘടന ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആമുഖത്തെയാണ്. നമുക്കറിയാലോ അല്ലേ? എന്താ
ഭരണഘടനയുടെ ഏറ്റവും വിലയേറിയ ഭാഗം എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആമുഖത്തെയാണ്. ഇനി ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംഘടിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയിലെ ജനങ്ങളുടെ ഉറച്ച തീരുമാനത്തെ ഭരണഘടനയുടെ ആമുഖം വിളംബരം ചെയ്യുന്നു. ആമുഖത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ലക്ഷ്യങ്ങളാണ് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സ്വാതന്ത്ര്യം. ആമുഖത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ലക്ഷ്യങ്ങളാണ് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സ്വാതന്ത്ര്യം. ഇനി അധികാരം വേർതിരിക്കൽ പറയുന്നുണ്ട്. ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ 3 ഘടകങ്ങൾ: നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിങ്ങനെ 3 ഘടകങ്ങളാണ് നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിവയുടെ സ്ഥാനവും അധികാരവും നിർവചിക്കുന്നുണ്ട്. നീതിന്യായ അവലോകനം കൊടുത്തിട്ടുണ്ട്. പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങളുടെയും കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കുവാനും ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യമായാൽ അവയെ റദ്ദാക്കാനുമുള്ള സുപ്രീം കോടതിയുടെ അധികാരമാണ് നീതിന്യായ പുനരവലോകന അധികാരം. എന്താ അധികാരം? നീതിന്യായ പുനരവലോകന അധികാരം എന്താ? പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങളുടെയും കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കാനാണ് ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യമായാൽ അവയെ റദ്ദാക്കാനുമുള്ള സുപ്രീം കോടതിയുടെ അധികാരമാണ് നീതിന്യായ പുനരവലോകന അധികാരം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മാറ്റിയും തിരുത്തിയും മുന്നോട്ട്. കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്താവുന്ന ഒന്നാണ് ഇന്ത്യയുടെ ഭരണഘടന. അപ്പോൾ മാറ്റം വരുത്താൻ പറ്റുന്നതാണ് നമ്മുടെ ഭരണഘടന. മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി. ഭരണഘടനാ ഭേദഗതി നമുക്കറിയാം, മാറ്റം വരുത്താൻ പറ്റുന്നതാണ്. എങ്ങനെയുള്ള ഭേദഗതി വരുത്താമെന്ന് ഭരണഘടന തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അത് 368 വകുപ്പ് പ്രകാരമാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരമുള്ളത് പാർലമെൻറ്റിനാണ്. 368 വകുപ്പ് പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. 368 പാർലമെൻറ്റിന്. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടുള്ളതല്ല. അപ്പം നമുക്ക് ഇവിടെ ഒരു ട്രെയിനിൽ അവരൊക്കെ പോകുന്നുണ്ട്. അതിൽ നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് ഭേദഗതി. ഒന്നാം ഭേദഗതി എന്താ? 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. അപ്പോൾ ഒന്നാം ഭേദഗതി എന്നായിരുന്നു? അത് 51 തന്നെയാണ്. പട്ടികകളുടെ എണ്ണം 9 ആക്കി. 8 പട്ടികയുടേത് 9 പട്ടിക എണ്ണമാക്കി. പിന്നെന്താ? ഭേദഗതി 42 ഉണ്ട്. അത്? മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു. 42 എന്താ? മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത കൂട്ടിച്ചേർത്തു. 44 ആണെങ്കിൽ 1978 സ്വത്തവകാശം, മൗലികാവകാശം അല്ലാതാക്കി. 44 എന്താ ഭേദഗതി? 1978 സ്വത്തവകാശം, മൗലികാവകാശം അല്ലാതാക്കി. ഇനി 73, 74 ഭേദഗതിയെക്കുറിച്ച് പറയുന്നുണ്ട്. 1992 പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം വന്നു. 73, 74 ഭേദഗതി എന്താ? 1992 പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം വന്നു. ഇനി എന്താ? ഭേദഗതി 86 ആണെങ്കിൽ 2002 വിദ്യാഭ്യാസ മൗലികാവകാശമാക്കി. 2002 വിദ്യാഭ്യാസ മൗലികാവകാശമായി. ഭേദഗതി 86 ആണ്. ഇനി ഭേദഗതി 101 ഉണ്ട് പറയുന്നത്. 2016 ചരക്ക് സേവന നിയമം അഥവാ GST വന്നതാണ്. 101 ഭേദഗതി. അത് 2016 ചരക്ക് സേവന നികുതി വന്നത്, GST. 106 പറയുന്നുണ്ട് 2023 നാരി ശക്തി വന്ദൻ അധിനിയമമാണ്. ഭേദഗതി 106 കുറിച്ച് പറയുന്നത്. അത് 2023 നാരി ശക്തി വന്ദൻ അധിനിയമം. അപ്പോൾ എന്താ ഇവിടെ വേറൊന്ന് കൊടുത്തിട്ടുണ്ട്. അടിത്തറ ഇളക്കരുത്. 1973 കാസർഗോഡ് എടനീർ മഠത്തിന് അധിപതിയായിരുന്നു കേശവാനന്ദ ഭാരതി. കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റം വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല എന്ന് വന്ന കേസ് പ്രശ്നം എന്തായിരുന്നു ചോദിക്കുന്നുണ്ട്. അത് 1973 കാസർഗോഡ് എടനീർ മഠത്തിൻ്റെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന്
സുപ്രീം കോടതി വിധിച്ചത്. ഓക്കെ, ഇനി വിദ്യാഭ്യാസ മൗലികാവകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിദ്യാഭ്യാസ മൗലികാവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് 86-ാം ഭേദഗതി. അത് 2002 86-ാം ഭേദഗതി 2002. ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ 21A വകുപ്പായി ചേർത്തിട്ടുണ്ട്. വിദ്യാഭ്യാസ അവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി 86-ാം ഭേദഗതിയാണ്. അത് 2002. ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ 21A വകുപ്പായി ചേർത്തിട്ടുണ്ട്. ഈ ഭേദഗതി അനുസരിച്ച് നിലവിൽ വന്ന നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം 2009. അപ്പോൾ 21A വകുപ്പായി ചേർത്ത 86-ാം ഭേദഗതി 2002 ഭേദഗതി അനുസരിച്ച് നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. അപ്പോൾ എന്താ, അത് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷമാണ് 2009 ഓഗസ്റ്റ് 4. ഓഗസ്റ്റ് 4 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ നിർബന്ധവുമായ വിദ്യാഭ്യാസം. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് പ്രസ്തുത നിയമം. ഇനി ചെറുഭരണഘടന നമ്മുടെ 42-ാം ഭേദഗതിയാണ്. ചെറുഭരണഘടന 1976 42-ാം ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത്. ഓക്കെ, 1972 42-ാം ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത്. സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതി ചെറുഭരണഘടന എന്ന് വിളിക്കുന്നു. 42-നെ ചെറുഭരണഘടനാ ഭേദഗതി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാഠവുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. വീഡിയോ കുറച്ച് ലെങ്തിയാണ്, എന്നാലും ക്വസ്റ്റ്യൻ ഇടാതെ വയ്യ. അപ്പോൾ ഞാൻ ഇടുന്നുണ്ട്. ഇന്ത്യയുടെ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണ്? ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഓഗസ്റ്റ് 15 1947 ആണോ? ജനുവരി 26 1950 ആണോ? ഡിസംബർ 9 1946 ആണോ? നവംബർ 26 1949 ആണോ? ഉത്തരമേതാ? ബി, ജനുവരി 26 1950 ഇന്ത്യയുടെ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത്. ഞാൻ ഓപ്ഷൻ പറയുന്നില്ല. ഓക്കെ, ഉത്തരം തന്നെ പറയാം. ഭാരതത്തിലെ ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഭാരതത്തിലെ ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷൻ അത് ഡോക്ടർ BR അംബേദ്കർ ആണ്. കരട് സമിതിയുടെ BR അംബേദ്കർ. നിലവിലെ ഭരണഘടന പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പേ നിയമം ഇന്ത്യയിലെ ഭരണഘടന ഉപയോഗിച്ചു. ഏതാ? ഇന്ത്യൻ സർക്കാർ നിയമം 1935. അപ്പോൾ ഇന്ത്യൻ ആക്ട് 1935. നിലവിലെ ഭരണഘടന പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് ഏത് നിയമം ഇന്ത്യയിലെ ഭരണഘടനയായി ഉപയോഗിച്ചു? 1935 ഇന്ത്യൻ സർക്കാർ നിയമമാണ്. സെക്യുലറിസം എന്ന പദം ഭരണഘടനയിൽ ഏത് ഭേദഗതിയിലൂടെ ചേർക്കപ്പെട്ടു? അത് 42-ാം ഭേദഗതിയിലൂടെയാണ്. സെക്യുലറിസം എന്ന പദം 42-ാം ഭേദഗതി പ്രകാരം. ഇനി പോക്സോ ഭേദഗതിയിലൂടെയാണ്. ഇനി പോക്സോ നിയമത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താ? ലൈംഗികാതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക. ഇനി പഞ്ചായത്ത് രാജ് സംവിധാനം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഔപചാരികമായി നടപ്പിലാക്കിയ വർഷം ഏതായിരുന്നു? 1992. പഞ്ചായത്ത് രാജ് സംവിധാനം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഔപചാരികമായി നടപ്പിലാക്കിയ വർഷമാണ് 1992. അപ്പോൾ താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത അല്ലാത്തത് ഏതാ? മൊണാർക്കിയാണ്, രാജഭരണം. ഏകപൗരത്വം നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതയാണ്. നിയമത്തിൻ്റെ ആധിപത്യം, അത് അടിസ്ഥാനാവകാശങ്ങൾ, ഇതൊക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയാണ്. അല്ലാത്തത് മൊണാർക്കി, അത് രാജഭരണം അല്ല കേട്ടോ. ഈ 44-ാം ഭേദഗതിയിലൂടെ എടുത്തു കളയപ്പെട്ട ഭരണഘടനാ അവകാശം ഏതായിരുന്നു? അത് സ്വത്തവകാശമാണ്. ഇനി അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ എന്നത് ഏതാ? സാമൂഹികവും സാമ്പത്തികവുമായ ക്ഷേമം ഉറപ്പുവരുത്തുന്ന സർക്കാരിൻ്റെ മാർഗനിർദ്ദേശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ നിർദ്ദേശകാത്മക തത്വങ്ങൾ. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ പശ്ചാത്തലത്തിൽ ഫെഡറലിസം എന്ന പദം എന്താണ് അർത്ഥമാക്കുന്നത്? ഉത്തരം, ഫെഡറലിസം എന്നാൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള അധികാര വിഭജനമാണ്. ഭരണഘടനയുടെ ആമുഖം എങ്ങനെയാണ് ഭരണഘടന ആദർശങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത്? ഉത്തരം, നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം തുടങ്ങിയ ആദർശങ്ങളുടെ രൂപരേഖയാണ് ആമുഖം. ഇന്ത്യയിൽ ഏകപൗരത്വം അർത്ഥമാക്കുന്ന എന്താണ്? ഉത്തരം, എല്ലാ ഇന്ത്യൻ പൗരരും ഇന്ത്യൻ പൗരന്മാരായി മാത്രമേ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൂ. പ്രത്യേക സംസ്ഥാന പൗരത്വമില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പങ്ക് എന്താ? ഉത്തരം, ഭരണഘടനയുടെ മൂല്യങ്ങളെയും തത്വങ്ങളുടെയും
തത്വങ്ങളെയും സ്വാധീനിച്ച ദേശീയത, ജനാധിപത്യം, സാമൂഹിക നീതി, മതേതരത്വം എന്നീ ആശയങ്ങൾ വളർത്തി. ഒരു നിയമരേഖ എന്നതിനപ്പുറം ഇന്ത്യൻ ഭരണഘടനയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാ? ഭരണഘടന ദേശീയ മൂല്യങ്ങൾ നിർവചിക്കുന്നു, പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു, ഐക്യം സംരക്ഷിക്കുന്നു, സർക്കാർ അധികാരം പരിമിതപ്പെടുത്തുന്നു, പൗരാവകാശങ്ങൾ സംരക്ഷിക്കുന്നു ഒക്കെയാണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം ഇന്ത്യൻ ഭരണഘടനയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം ഫെഡറൽ ഘടന, ദ്വിമണ്ഡല നിയമനിർമ്മാണം, പ്രവിശ്യ സ്വയംഭരണം എന്നിവ അവതരിപ്പിച്ചു. അപ്പോൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം എന്തൊക്കെയാണ് വന്നത്? ഫെഡറൽ ഘടന, ദ്വിമണ്ഡലം നിയമനിർമ്മാണം, പ്രവിശ്യ സ്വയംഭരണം എന്നിവ അവതരിപ്പിച്ചു. മൗലികാവകാശങ്ങൾ എന്നാൽ എന്ത്? ഇത് അനിവാര്യമാകുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം എന്താ? മൗലികാവകാശങ്ങൾ എല്ലാ പൗരന്മാർക്കും ഉറപ്പ് നൽകുന്ന അടിസ്ഥാന അവകാശങ്ങളാണ്. സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും മനുഷ്യർ അന്തസ്സ് സംരക്ഷിക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ്. എന്താ മൗലികാവകാശങ്ങൾ? എല്ലാ പൗരന്മാർക്കും ഉറപ്പ് നൽകുന്ന അടിസ്ഥാന അവകാശങ്ങളാണ്. സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും മനുഷ്യൻ്റെ അന്തസ്സ് സംരക്ഷിക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ്. ഇനി ഇന്ത്യൻ ഭരണഘടന നൽകുന്ന നിയമവാഴ്ച എന്താ? ഇത്തരം നിയമവാഴ്ച അർത്ഥമാക്കുന്നത് എല്ലാ പൗരന്മാരും പദവി പരിഗണിക്കാതെ നിയമത്തിന് വിധേയരാണ്. ഭരണഘടനയ്ക്ക് കീഴിലുള്ള നീതി സമത്വം ഉറപ്പാക്കുന്നു. എങ്ങനെയാണ് വിദ്യാഭ്യാസ അവകാശ നിയമം ഭരണഘടനാ മൂല്യങ്ങളെ നിറവേറ്റാൻ ലക്ഷ്യമിടുന്നത്? ഉത്തരം വിദ്യാഭ്യാസ അവകാശ നിയമം 6-14 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധമായ വിദ്യാഭ്യാസം നൽകുന്നു. തുല്യത, സാമൂഹിക നീതി, സാമ്പത്തിക ശാക്തീകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാം? അത് ജനാധിപത്യം എങ്ങനെ പിന്തുണക്കുന്നു എന്ന് ചോദിച്ചാൽ എല്ലാ പൗരന്മാർക്കും പങ്കാളിത്തവും തുല്യതയും ഉറപ്പാക്കുന്ന മൗലികാവകാശങ്ങൾ, നിയമവാഴ്ച, ഫെഡറലിസം തുടങ്ങിയ സവിശേഷതകളിലൂടെ ഇന്ത്യൻ ഭരണഘടന ജനാധിപത്യത്തെ പിന്തുണക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. ഒരു വലിയ ചാപ്റ്ററാണ്, അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. എന്നാലും ഞാൻ 2 പാർട്ടാക്കി ഇട്ടാലും അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാനതുകൊണ്ട് ഒരു പാർട്ടിൽ തന്നെ തീർത്തിരിക്കുന്നു. പിന്നെ ഞാൻ കുറേ വായിച്ച് അങ്ങനെ പോയത് നമ്മുടെ ടെക്സ്റ്റിൽ വേണ്ടതൊക്കെ വായിക്കാനില്ല, അങ്ങനെയാണ്. എന്നാൽ നിങ്ങൾക്ക് എന്നൊരു പോയിന്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് കളയാതെ വായിച്ചു വിട്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ബാക്ക് പോയിട്ടൊന്ന് കേൾക്കണം. കാരണം ഞാൻ പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ചില റിപ്പീറ്റേഷൻ ഇല്ല. അപ്പോൾ റിപ്പീറ്റ് വേണ്ടെങ്കിൽ ഒന്നും കൂടി കേൾക്കണം. അപ്പം എല്ലാവർക്കും നന്ദി, താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക.